സൂര്യന്, ചന്ദ്രന്, ഒരൊറ്റ സൃഷ്ടിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പടക്കുമായിരുന്നില്ല. സഹോദരന്മാരെ, എന്റെ വിദ്യാർത്ഥികളെ, ഹബീബായ തങ്ങളോട് നമുക്ക് അതിരറ്റ മഹബത്ത് വേണം. ആ മഹബത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നാമൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. മറ്റൊരു വിഷയം ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവർക്കും 50,000-മോ 1,00,000-മോ അല്ലെങ്കിലോ വേറെന്തെങ്കിലോ ഒന്ന് കൊടുക്കും എന്ന് പറഞ്ഞാൽ അല്ലേ? ഇവിടെ പ്രൈസ്, വലിയ വലിയ പ്രൈസ് കൊടുക്കുന്നുണ്ട്, ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ വന്നത്? അല്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടാണ്. അവിടത്തോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ എന്നും വേണം. വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ നമുക്ക് എവിടെയും രക്ഷയാണ്. ഈ ദുനിയാവിലെ രക്ഷയാണ്, നാളെ ആഖിറത്തിൽ രക്ഷയാണ്. എവിടെയും പതറൂല, തളരൂല, വിഷമിക്കൂല, ബുദ്ധിമുട്ടാവൂല, സങ്കടത്തിലാവൂല കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ വല്ല ആഗ്രഹമുണ്ടോ? വല്ലതും നടക്കണമെന്ന് കൊതിയുണ്ടോ? എന്നാൽ ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിലും നാളെ ആഖിറത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഹബീബായ തങ്ങളങ്ങ് മുറുകി പിടിക്കണോ? ഹബീബായ തങ്ങളെ മുറുകി പിടിച്ചാലോ തീർച്ചയായിട്ടും അവർക്ക് വിജയം തന്നെ. ഓ എന്റെ വിദ്യാർത്ഥികളെ, ഒരു നിങ്ങളെ പോലത്തെ മദ്രസയിൽ പഠിച്ചിട്ട് അവിടുന്ന് അതാ ആ ഒരു വിദ്യാർത്ഥി ദർസ് പഠനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഉസ്താദിന്റെ മുമ്പിലെത്തി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ വിദ്യാർത്ഥി അതാ കിതാബ് ഓതി പഠിക്കാൻ തുടങ്ങാണ്. കിതാബുകൾ ഇങ്ങനെ ഓതി പഠിക്കാൻ തുടങ്ങാണ്. പക്ഷേ കുട്ടിക്കൊരു പ്രശ്നമുണ്ട്. ആ കുട്ടിയുടെ പേരെന്താണ്? സഅദ് എന്നാണ്. സഅദ് ഇബ്നു ഖത്താസാനി എന്നുള്ള ഒരു കുട്ടി ദർസിലങ്ങ് പോയപ്പോ നിങ്ങളെ പോലെ മദ്രസ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായ ആ കുട്ടി അങ്ങ് മതപഠനത്തിലേക്ക്, ഉപരിപഠനത്തിലേക്ക്, ദർസിലേക്ക് പോയപ്പോൾ സഅദ് തങ്ങളതാ പഠിക്കുകയാണ്. സഅദ് എന്ന കുട്ടി നന്നായി പഠിക്കുന്നു. രാത്രിയും പഠിക്കുന്നു, പകലും പഠിക്കുന്നു. പക്ഷേ ഒരൊറ്റ പ്രശ്നമുണ്ട്. സഅദിന്റെ തലക്ക് പഠിച്ചതൊന്നും കയറുന്നില്ല. പല കുട്ടികളും നമ്മോട് വന്ന് പറയാറുണ്ട്, മദ്രസയില് ഉസ്താദേ എനിക്ക് പഠിച്ചിട്ട് തലക്ക് കയറുന്നില്ല, മനസ്സിലാകുന്നില്ല. എന്താ ചെയ്യേണ്ടത്? പൊന്നുമോനെ, നീ വിഷമിക്കേണ്ട, നീ സങ്കടപ്പെടേണ്ട മോനെ. നമുക്കൊരു നേതാവുണ്ട്. ആ നേതാവ് മറ്റൊരാളുമല്ല, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആദം നബി മുതൽ ഇന്ന് വരേക്കും ഏതൊരു മനുഷ്യന്മാരാണോ ദുനിയാവിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്, ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഹബീബായ തങ്ങളെ അതേ നിസ്സാരമായി കണ്ടവരെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ചരിത്രമാണ്, ഇത് ചരിത്രത്തിലുള്ളതാണ്. മുത്തുനബിയെ മുറുകെ പിടിച്ചവർ
വലിയ സ്ഥാനമാണ്, അധികാരത്തിലേക്ക് അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ മുത്തായ തങ്ങളെ നിസ്സാരപ്പെടുത്തിയവർ, മുത്തായ തങ്ങളെ കളിയാക്കിയവർ എവിടെയും രക്ഷപ്പെട്ടിട്ടില്ല. എന്തിനേറെ പറയണം, എന്തിനേറെ പറയണം, സ്വന്തം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയുടെ ബ്രദറായിരുന്ന, അല്ലെങ്കിൽ മുത്തുനബിയുടെ മൂത്താപ്പയോ എളാപ്പയോ ആയിരുന്ന അബൂലഹബിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? മുത്തുനബിയുടെ കുടുംബമാണ്, മുത്തുനബിയുടെ മൂത്താപ്പയാണ്. പക്ഷേ മുത്തായ റസൂലുള്ളാഹി തങ്ങൾക്കെതിരെ വിരളങ്ങി ചൂണ്ടി പറഞ്ഞപ്പോൾ, ഓ മുഹമ്മദേ, നീ നശിച്ചു പോകണം എന്ന് മുത്തുനബിക്കെതിരെ കൈ ചൂണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അവിടെ നിന്ന് കൈ ചൂണ്ടി പറഞ്ഞപ്പോൾ അല്ലാഹ്ക്ക് സഹിച്ചില്ല. മക്കള്, എന്റെ കൊടകരണിയുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തിയ മുത്തുനബിയുടെ വാപ്പയുടെ ജ്യേഷ്ഠൻ, മുത്തുനബിയുടെ മൂത്താപ്പയെ പോലും അള്ളാഹു വെറുതെ വിട്ടില്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, അബൂലഹബിന്റെ ഇരുകൈകളും നശിച്ചു പോകട്ടെ. ഇത് പറഞ്ഞതാരാണ്? പരിശുദ്ധ ഖുർആൻ. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരൊക്കെയാണോ സ്നേഹിച്ച് നടന്നത് അവർക്ക് രക്ഷയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ സഅദ് എന്ന് പറയുന്ന കുട്ടിയുടെ കഥയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര പഠിച്ചിട്ടും രാത്രി പഠിച്ചിട്ടും പകൽ പഠിച്ചിട്ടും അതാ തലക്ക് കയറാത്ത സഅദ്, അതാ മറപ്പൊട്ടനെന്ന് പറയാം, മണ്ടനെന്ന് പറയാം, തലക്ക് കയറാത്ത ആ ഒരു കുട്ടി. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിയുടെ ഒരു സ്വഭാവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നായിരുന്നു. അവിടെ നിന്ന് മുത്തുനബിയെ സ്നേഹിക്കുമായിരുന്നു, തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുമായിരുന്നു. മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരില് സുബ്ഹാനല്ലാഹ്, അത്ഭുതമെന്ന് പറയട്ടെ വിദ്യാർത്ഥികളെ, അത്ഭുതമെന്ന് പറയട്ടെ സഹോദരങ്ങളെ, അത്ഭുതമെന്ന് പറയട്ടെ സഹോദരിമാരെ. മുത്തായ റസൂലുള്ളാഹിനെ സ്നേഹിച്ച ആ സഅദ് നന്നായി പഠിക്കുമായിരുന്നു, പക്ഷെ തലക്ക് കയറൂല. അക്കാരണത്താൽ വിഷമിച്ച് മനന്നൊന്ന് സങ്കടത്തോടെ മുത്തായ തങ്ങളോട് സങ്കടം പറഞ്ഞിരുന്ന സഅദ് എന്ന കുട്ടി ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ വിദ്യാർത്ഥികൾ ബാക്കിയുള്ള കുട്ടികൾക്ക് വന്നുകൊണ്ട് വിളിക്കുന്നു, ഓ സഅദേ, വാ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം, നമുക്കൊന്ന് നടന്നിട്ട് വരാം, ഒന്ന് കറങ്ങി വരാം, ഒന്ന് ചുറ്റി വരാം എന്ന് പറയുമ്പോ സഅദ് പറയാണ്, വിദ്യാർത്ഥികളെ നമുക്ക് ശ്രദ്ധിക്കണം, പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. സഅദ് പറയാണ്, ഞാൻ വരില്ല. എന്തേ? എനിക്ക് ഓതി പഠിക്കണം, എനിക്കിവിടെ കിതാബ് പഠിക്കണം, എനിക്ക് നന്നായി പഠിച്ച് നല്ലൊരാളാകണം എന്ന് പറയുമ്പോ, ഇല്ല സഅദേ, വാ. ഇങ്ങനെ 2, 3, 4 തവണ ആ മറ്റുള്ള ബാക്കിയുള്ള വിദ്യാർത്ഥികളെ കറങ്ങാനും ചുറ്റാനും സഅദിനെ വിളിച്ചപ്പോ ഈ സഅദ് എന്ന പൊന്നുമോൻ, ഇല്ല, ഞാൻ വരൂല. ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരു കുട്ടി ഓടി വന്ന് പറയാണ്, ഓ സഅദേ, എന്താ? അല്ല, നിന്നെ ഹബീബായ തങ്ങൾ വിളിക്കുന്നുണ്ടേ. അതെയാ, ഹബീബായ തങ്ങൾ എന്നെ വിളിക്കുന്നുണ്ടോ? എവിടെ? ഇതാ ഇന്ന മരത്തിന്റെ താഴ്ഭാഗത്ത് ഹബീബായ തങ്ങൾ നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷമായി സഅദിന്, വല്ലാത്ത സന്തോഷമായി സഅദിന്. ഉടനെ സഅദ് ചെരുപ്പ് പോലും
ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. മുത്തായ തങ്ങളടുക്ക് സഅദ് ഓടി ചെന്ന് പറയുന്നു, വിഷമം പറയുന്നു, നൊമ്പരം പറയുന്നു, തങ്ങളെ ഒരുപാട് കാലമായി ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തലയ്ക്ക് കയറുന്നില്ല തങ്ങളെ എന്ന് പറയുമ്പോൾ ഉടനെ മുത്തനബി, സഅദേ വിഷമിക്കണ്ട കേട്ടോ, നിന്റെ വായൊന്ന് തുറക്ക് സഅദേ എന്ന് പറഞ്ഞു. ആ കുട്ടി, മണ്ടനായ കുട്ടി, പൊട്ടനായ കുട്ടി, തലക്കൊന്നും കയറൂല. അങ്ങനത്തെ ഒരൊറ്റ കുട്ടി നമ്മുടെ ഈ മദ്രസയിലില്ല. ഒരൊറ്റ കുട്ടി. ഞാൻ അറിഞ്ഞെടുത്തോളം എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായാലും അല്ല, എന്റെ ഈ മദ്രസയിൽ പഠിക്കുന്ന ഒരൊറ്റ കുട്ടി സഅദിനെ പോലെയുള്ള കുട്ടിയില്ല. പക്ഷേ ഈ സഅദ് മുത്തുനബിയെ സ്നേഹിച്ചത് കൊണ്ട് തങ്ങളോട് വിഷമം പറഞ്ഞപ്പോ, ഓ സഅദേ വായി തുറക്കെന്ന് പറഞ്ഞു. അങ്ങനെ വായി തുറന്നു. മുത്തായ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ഉമ്മിനെ അങ്ങ് തുപ്പിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അത്ഭുതമെന്ന് പറയട്ടെ വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, ആ മുത്തായ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച സഅദ് പിറ്റേ ദിവസം അതേ ഉസ്താദിന്റെ മുമ്പിൽ വന്ന് അതേ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോ വലിയ കനുകനുത്ത ശക്തിയുള്ള പവറുള്ള അല്ലാത്ത, ആർക്കും പറഞ്ഞാലും മനസ്സിലാവാത്ത പോലത്തെ ഓരോ ചോദ്യങ്ങളും ഉസ്താദിന്റെ മുമ്പിൽ സഅദ് ചോദിക്കുകയാണ്. അല്ല ഉസ്താദേ, ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? അല്ല, ഇതെന്താണ്? ഉസ്താദിന് അത്ഭുതമായി. ഇതെന്താ? ഇന്നലെയുള്ള സഅദ് അല്ലല്ലോ ഇന്നുള്ളത്. ഇന്നലെ കണ്ട സഅദ് അല്ലല്ലോ. കാരണം ഇന്നലെ എന്റെ ക്ലാസ്സിൽ വന്ന സഅദ് പൊട്ടനാണ്, ഒന്നും തിരിയാനാണ്. പക്ഷേ ഇന്ന് സഅദ് വല്ലാത്ത, കടിച്ചാലും പൊട്ടാത്ത ചോദ്യമാണല്ലോ ഈ സഅദ് ചോദിക്കുന്നത് എന്ന് ഉസ്താദ് അത്ഭുതപ്പെട്ടു പോയി. ഉസ്താദ് ചോദിക്കുന്നു, മോനെ ഇന്നലെയുള്ള സഅദ് അല്ലല്ലോ, നീ എന്ത് പറ്റി, എന്താ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്നതാ സഅദ് പറയുന്നു, ഓ ഉസ്താദേ, എനിക്കൊന്നും തലയ്ക്ക് കയറൂല. എത്ര പഠിച്ചാലും എത്ര ഓതി പഠിച്ചാലും എനിക്ക് തലയ്ക്ക് കയറാത്ത ഒരവസ്ഥയിൽ മുത്തായ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലി ഹബീബായ തങ്ങളെ സ്നേഹിച്ചു നടന്ന ഞാൻ, അതാ മുത്തായ തങ്ങൾ ഇന്നലെ എന്നെ അതാ കാണുന്ന മരച്ചുവട്ടിന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ടോ എന്റെ വായിലേക്ക് തുപ്പിത്തന്നു. ആ ഒരു തുപ്പലിന്റെ ഫലമാണ് ഈ കാണുന്ന അത്ഭുതമെന്ന് പറഞ്ഞു ഉസ്താദ്. ഉസ്താദ് പറഞ്ഞു, ഒരേ സഅദേ, ഇനി നീ പഠിക്കേണ്ട ആവശ്യമില്ല, വാ ദർസ് നടത്തിക്കോ എന്ന് പറഞ്ഞ് ഉസ്താദ് ഇരിക്കുന്ന ആ സ്ഥലം സഅദിന് ഉസ്താദ് വിട്ടുകൊടുത്തു. കാരണം എന്റെ ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാണ്, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ്. ഹരം ഹബീബായ തങ്ങള് ആരെങ്കിലും ഒരാളെ സ്നേഹിച്ചാൽ അവൻ എവിടെയും തോറ്റുപോകൂല. ഹുബ്ബുന്നബി വമദൂഹു ഖൈറുൽ അമാൽ. ഹുബ്ബുന്നബി, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളങ്ങ് അതിരറ്റ് സ്നേഹിച്ചാൽ അതാണ് ഏറ്റവും വലിയ അമലെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. സൂറത്തുൽ അഹ്സാബ് ആണ്.
സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഇന്നല്ലാഹു വ മലായികതഹു, ഞാനും എന്റെ മലക്കുകളാ മുത്തായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല ഞാനും എന്റെ മലായികത്ത് നിസ്കരിക്കുന്നുണ്ട്, ഞാനും എന്റെ മലായികത്ത് സകാത്ത് കൊടുക്കുന്നുണ്ട്, ഞാനും എന്റെ മലായികത്ത് സ്വതക്ക കൊടുക്കുന്നുണ്ട്, ഞാനും എന്റെ മലായികത്ത് ഇത്തികാഫിരിക്കുന്നുണ്ട്. ഒന്നും ഖുർആനിൽ കാണുന്നില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ കാണുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, ഞാനും എന്റെ മലായികത്ത് മുത്തായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. സത്യവിശ്വാസികളോടാണ് അല്ലാഹു പറഞ്ഞത്, ഓ സത്യവിശ്വാസികളെ, സ്വലാത്തിന്റെ മജ്ലിസിൽ വരാത്തവൻ, അതിനെ നിസ്സാരമായി കാണുന്നവൻ, ഇവിടെ മാസങ്ങളോളം സ്വലാത്തിന്റെ മജ്ലിസ് ഓരോ മാസവും ഹബീബായ തങ്ങളുടെ പേരിൽ നടക്കുമ്പോ അതിനൊന്നും വരാത്തവരുണ്ട്, ആ ഭാഗത്തേക്ക് ചിന്തിക്കാത്തവരുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും നമ്മുടെ ഖത്തീബ് ഉസ്താദ് നല്ല ഉഷാറായിട്ട് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുമായിട്ട് ഇവിടെ സ്വലാത്ത് മജ്ലിസ് ആഴ്ചയോളം നടന്നുകൊണ്ടുവരുന്നുണ്ട്. വലിയ ബറക്കത്താണ് നമ്മുടെ നാട്ടിലേക്ക്. സഹോദരങ്ങളെ, വലിയ ബറക്കത്താണ്. നാടിന് വരുന്ന മുസീബത്തുകള്, ആപത്തുകള്, ഇടങ്ങേറുകള് എല്ലാം മുത്തായ തങ്ങൾ കൊണ്ട് നീങ്ങിപ്പോകുമെന്നാണ് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ മൻഖുസ് മൗലിദ് രചിച്ചിട്ടുള്ളത്. ഓ എന്റെ സഹോദരങ്ങളെ, ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും വേണം. അക്കാരണത്താൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയമാണ്. ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? അതൊന്ന് പറയട്ടെ. വിദ്യാർത്ഥികളെ, ഹബീബായ തങ്ങളോട് സ്നേഹം വെക്കുന്നത്, അവിടത്തോടുള്ള മഹബത്ത്, അവിടുത്തെ മേലുള്ള സ്വലാത്ത്, ഇത് ചൊല്ലുന്നതിന്റെ നേട്ടം എന്താണ്? ഫസ്റ്റ് വൺ, അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുക. അല്ലാഹ് പറഞ്ഞതല്ലേ, ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലേ, ഇത് അല്ലാഹ് പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സ്വലാത്ത് ചൊല്ലണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ്. രണ്ട്, അള്ളാഹുവിന്റെ മലായികത്തുകളോടുള്ള ആ ഒരു അനുകരിക്കൽ ഇതിലുണ്ട്. കാരണം അള്ളാഹു മാത്രമല്ലോ, അള്ളാഹുവിന്റെ മലായികത്തുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ. അതുകൊണ്ട് നബിയെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് അള്ളാഹുവിനെ അനുസരിക്കുകയും അവന്റെ മലായികത്തിനെ അനുഗമിക്കുകയും ചെയ്യുന്നതാണ്. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു ബിഹാ അശറാ. മൻ സ്വല്ലാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹബീബായ തങ്ങളുടെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് 10 ഗുണം ലഭിക്കുന്നതാണ്. മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണം ലഭിക്കും. അവന്റെ ദോഷങ്ങളെല്ലാം മായിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. ഇത് മുസ്ലിമിലും ഇത് തുർമുദിയിലും അതുപോലെ മുസ്ലിമിലും രേഖപ്പെടുത്തിയതാണ്. സ്വന്തമായിട്ടൊന്നും പറയാൻ എനിക്ക് അർഹതയില്ല. ഹബീബായ തങ്ങളോടുള്ള സ്നേഹം വെച്ചാൽ, തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ദോഷങ്ങൾ മായിച്ചു പോകും. ഹസനാത്തുകൾ ജീവിതത്തിൽ വർദ്ധിക്കും. നമ്മുടെ ദുആഇന് ഉത്തരം കിട്ടും. മഹാന്മാർ പറയുന്നു, ഉമർ
ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, നാം അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്താൽ, അള്ളാഹിനോട് ഒരു ദുആ ചെയ്തു നാം, എന്നാൽ ആ ദുആ എവിടെയും എത്തൂല. അത് ഈ ഭൂമിയുടെയും ആകാശത്തിന്റെ നടുവിൽ നിൽക്കും. അള്ളാഹിന്റെ അടുത്തെത്തൂല. അള്ളാഹിന്റെ അടുക്കൽ നിങ്ങൾ ചെയ്ത ആ ദുആ എത്തണമെങ്കിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. എന്നാൽ നമ്മുടെ ദുആന് ഇജാബത്തുണ്ട്. 20 മിനിറ്റ് 25 ഇരിക്കട്ടെ, ഞാൻ നിർത്താണ്. ഞാനിവിടെ നിന്നിട്ട് ബാക്കിയായി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ സ്വലാത്ത് മുഖേന ലഭിക്കുന്നുണ്ട്. ഒന്നും രണ്ടും മാത്രമല്ല. മുത്തുനബിയുടെ ശഫാഅത്ത് വേണോ? ആഖിറത്തിൽ എത്തിയിട്ട് ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് വേണോ? എന്നാൽ സ്വലാത്ത് ചൊല്ലിയേ പറ്റു സഹോദരങ്ങളെ. ആഖിറത്തിലെത്തിയപ്പോ ഒലിച്ചാണ് മുകളിൽ സൂര്യനുദിക്കുമ്പോ ആരാരുമില്ലാത്ത ആഖിറ ലോകത്ത് അല്ലാഹുവിന്റെ മഹ്ശറ വൻസഭയിൽ ഒലിച്ചാണ് മുകളിൽ അങ്ങ് സൂര്യനുദിക്കുമ്പോ നിന്റെ ഭാര്യയില്ല, മക്കളില്ല, കുടുംബക്കാരില്ല, സഹോദരങ്ങളില്ല, സഹോദരിമാരില്ല. ഈ ഒരു അവസ്ഥയിൽ, ആരാരുമില്ലാത്ത ഒരു അവസ്ഥയിൽ അതാ ഒരു ചാൺമുകളിൽ സൂര്യനുദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടെ നഫ്സി നഫ്സി നഫ്സിയാ, സ്വന്തം ശരീരം മാത്രം നിൽക്കുന്ന ഒരു ദിവസം. അന്ന് ആരുമില്ല സഹോദരന്മാരെ, ആരുമില്ല. ആ ഒരു അവസ്ഥയിൽ നാം അങ്ങ് വേർത്ത് കുളിച്ച് വിഷമത്തിലായ സമയത്ത് നാം ആദം നബിയോട് പോകുന്നു, വാപ്പാ ഒരു സലാമത്താക്കണേ ഇതിൽ നിന്ന്. വാപ്പ പറയും, നിങ്ങൾ മൂസാ നബിയുടെ അടുത്തേക്ക് പോയിക്കോളി. മൂസാ നബി പറയും, എനിക്ക് കഴിവില്ല, എനിക്ക്. മൂസാ നബി ഒരു കാരണം. അങ്ങനെ ഈസാ നബിയുടെ അടുത്തേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. ഇല്ലേ, ക്രിസ്ത്യാനികൾ, ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ജനങ്ങൾ എന്നെ ആരാധിക്കുന്നുണ്ട്. കാരണത്തിൽ ഞാൻ ഒരു പേടിയിലാണ് ഇവിടെയുള്ളത്. നിങ്ങൾ ഇലാ ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തായ തങ്ങളുടെ അടുക്കലേക്കൊന്ന് പോയി നോക്കൂ. ഉടനെ ആ മഹ്ശറിലുള്ള എല്ലാ ജനങ്ങളും മുത്തായ തങ്ങളുടെ അടുത്തേക്കൊന്ന് പോകുന്നു. യാ റസൂലല്ലാഹ്, ഞങ്ങളൊന്ന് സലാമത്താക്കണേ, ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ മുത്തായ നബി തങ്ങൾ അവിടുന്ന് സുജൂദിലാണ്. ഓ മുഹമ്മദേ, തലയൊന്ന് പൊന്തിക്കൂ, തലയൊന്ന് ഉയർത്തൂ. ആർക്ക് വേണ്ടിയാണ്? ഈ ഉമ്മത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി. ആ ഹബീബായ തങ്ങൾ ഇത്രത്തോളം ത്യാഗങ്ങള്, ഇത്രത്തോളം സ്നേഹങ്ങള് ഈ ഉമ്മത്തിന് വേണ്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ഹബീബായ തങ്ങളെ മീലാദ് കഴിക്കണ്ടേ? ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കണ്ടേ? അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലണ്ടേ? അവിടുത്തെ മേൽ നടക്കുന്ന, എല്ലാ മാസവും നടത്തപ്പെടുന്ന ഈ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസിൽ നാം ഒന്ന് ഒരുമിച്ച് കൂടി തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലണ്ടേ? എല്ലാ ആഴ്ചകളും നമ്മുടെ വിദ്യാർത്ഥികൾ വന്ന് ഇവിടെ സ്വലാത്ത് ചൊല്ലുമ്പോ ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ള വിഷയങ്ങളിൽ ബിസിയാണ്. അന്ന് ഒരു ദിവസം നമുക്ക് മാറ്റിവെച്ചൂടെ? ഹബീബായ തങ്ങൾക്ക് വേണ്ടി എല്ലാ വ്യാഴാഴ്ചയും ഒരു സ്വലാത്ത് മജ്‌ലിസിൽ കൂടിയിട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് അത് മുഖേന രക്ഷയല്ലേ ലഭിക്കുന്നത്? ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും. മുത്തായ തങ്ങളെ പിടിച്ചവർ എവിടെയും തോറ്റിട്ടില്ല എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതാണ് ഇതിന്റെ അവസാനവും എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെക്കും പറഞ്ഞത് മുഴുവനും, നിങ്ങൾ കേട്ടത് മുഴുവനും ഒരു
ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ട് നമ്മുടെ ഈ മീലാദ് പ്രോഗ്രാമിനെ അതിഭംഗിയായി നടത്തി തരണമെന്ന് എല്ലാവരോടും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി എന്റെ വാക്കിനെ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.